രാജു, ഈ പരിണാമോന്ന് വെച്ച ഒരു കോമഡി സീരിയൽ പോലെയാണല്ലോ അല്ലേ? കോമഡിയോ? അതെന്താ അങ്ങനെ രാധേ? ഇത് ജീവശാസ്ത്രവാ, അല്ലാതെ ഉപ്പും മുളകും അല്ല. അയ്യോ രാജു, കേൾക്ക്. ഇവിടെ ഒരു യുവാവിന് ചുമയും കഫക്കെട്ടും വന്നിട്ട് ടി.ബി. ആണെന്ന് കണ്ടെത്തി. 6 ആഴ്ച ആന്റിബയോട്ടിക്കും പിന്നെ 33 ആഴ്ച വേറെ ആന്റിബയോട്ടിക്കും കൊടുത്തു. 10 മാസം കഴിഞ്ഞപ്പോൾ കൾച്ചർ നോക്കിയപ്പോൾ അസുഖം മാറി. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ അസുഖം വന്നു. അവസാനം പാവം മരിച്ചുപോയി. ഇതിനെന്താ പറയാ? ആന്റിബയോട്ടിക്കിനെ പറ്റിച്ച ബാക്ടീരിയ എന്നല്ലാതെ. നീ പറഞ്ഞത് ശരിയാണ്. ആ ബാക്ടീരിയ ഒരു മിടുക്കനായിരുന്നു. അവനൊരു മ്യൂട്ടേഷൻ സംഭവിച്ചു. അതുകൊണ്ട് ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൂപ്പർ ബഗിന്റെ കഥയാണ്. സൂപ്പർ ബഗോ? ഇവനൊക്കെ സിനിമയിലെ വില്ലന്മാരെ പോലെയാണല്ലോ. ഒരു ആന്റിബയോട്ടിക്കും ഏൽക്കാത്ത സൂപ്പർ പവറുള്ള വില്ലൻ ബാക്ടീരിയ. അപ്പോൾ ഡോക്ടർമാർക്ക് ഇവന് പിടികിട്ടിയില്ല അല്ലേ? അതേ രാധേ, ഈ സൂപ്പർ ബഗുകൾക്ക് മ്യൂട്ടേഷൻ കാരണം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി കിട്ടും. ഇത് അടുത്ത തലമുറകളിലേക്കും കൈമാറാം. കാലക്രമേണ ഇവർക്ക് ഒന്നിലധികം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ലഭിക്കും. അതുകൊണ്ട് നിലവിലുള്ള മരുന്നുകൾ ഫലപ്രദമല്ലാതാകും. അപ്പോ ഇതൊരു വല്ലാത്ത തലവേദനയാണല്ലോ. ഈ ബാക്ടീരിയകൾ ഇങ്ങനെ പരിണമിച്ചാൽ ഭാവിയിൽ നമുക്കൊരു ചെറിയ പനിയോ ചുമയോ വന്നാൽ പോലും ചികിത്സിക്കാൻ പറ്റാതാവോ? നീ പേടിക്കാതെ രാധേ. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ലാമാർക്കും ഡാർവിനും ഒക്കെ തലപുകഞ്ഞത്. ലാമാർക്ക് പറഞ്ഞു, ജിറാഫ് മലത്തിലെ ഇല തിന്നാൻ കഴുത്ത് നീട്ടി നീട്ടി കഴുത്തിന് നീളം വെച്ചെന്ന്. എന്നിട്ടോ ആ നീണ്ട കഴുത്ത് അടുത്ത തലമുറയിലേക്ക് കൊടുത്തുവെന്നും. ചിരിക്കാൻ വകയുണ്ടല്ലേ? അപ്പോ ഞാൻ എന്നും വ്യായാമം ചെയ്താൽ എന്റെ കുട്ടികൾ മസിലുമായി ജനിക്കോ? അതൊരു രക്ഷയില്ല രാജു. അതെ, അത് ലാമാർക്കിന്റെ ഒരു ചെറിയ പിശകായിരുന്നു. പിന്നീടാണ് നമ്മുടെ ഡാർവിൻ വന്നത്. അദ്ദേഹം പറഞ്ഞത്, ജിറാഫുകളിൽ നീളം കൂടിയ കഴുത്തുള്ളവയും കുറഞ്ഞ കഴുത്തുള്ളവയും ഉണ്ടായിരുന്നു. ഭക്ഷണ ദൗർലഭ്യം വന്നപ്പോ നീളം കൂടിയ കഴുത്തുള്ളവർക്ക് മാത്രം അതിജീവിക്കാൻ കഴിഞ്ഞു. അവരാണ് പിന്നെ വരും തലമുറകളെ ഉണ്ടാക്കിയത്. ഇതിനാണ് പ്രകൃതി നിർദ്ധാരണമെന്ന് പറയുന്നത്. ഓഹോ, അപ്പോ ഭാഗ്യമുള്ളവർക്ക് മാത്രം അതിജീവിക്കാൻ കഴിയുന്നു അല്ലേ? അത് കൊള്ളാം. അതായത് കഴിവുള്ളവർ മാത്രം രക്ഷപ്പെടുന്നു, അല്ലാത്തവർ ഔട്ട്. നമ്മുടെ ജീവിതത്തിലും ഇതൊരു പ്രകൃതി നിർദ്ധാരണമല്ലേ രാജു? നല്ല ചോദ്യം. ഒരുപക്ഷേ നമ്മളും അതിജീവനത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കാം രാധേ. ഡാർവിൻ ഗലാപ്പഗോസ് ദ്വീപുകളിലെ പക്ഷികളെ പഠിച്ചാണ് ഈ സിദ്ധാന്തമുണ്ടാക്കിയത്. അവിടെയുള്ള കുരുവികളുടെ കൊക്കിനു പല ആകൃതിയും വലിപ്പവുമാണ്. ഓരോന്നിനും ഓരോ തരം ഭക്ഷണം കഴിക്കാനാണ് ഈ കൊക്കുകൾ സഹായിച്ചത്. അതായത് ഓരോരുത്തരുടെയും കൊക്ക് ഓരോരുത്തരുടെയും ഭാഗ്യം. എന്റെ കൊക്ക് ഒരു ചായക്കടയുടെ കൊക്കാണോ ആവോ? നിന്റെ കൊക്ക് ചായക്കടയുടെ കൊക്കാണെങ്കിലേ എന്റെ കൊക്ക് ബിരിയാണിക്കടയുടെ കൊക്കായിരിക്കും. ഈ പരിണാമം ഒരു വലിയ തമാശ തന്നെയാണ്. ചിലപ്പോൾ നമ്മളും ഏതെങ്കിലും കൊക്കിന്റെ പരിണാമം പഠിച്ച് ചിരിക്കേണ്ടി വരും. ജീവശാസ്ത്രം അത്ര വിരസമായ ഒന്നല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? മനസ്സിലായി രാജു, മനസ്സിലായി. ഇനി ജീവശാസ്ത്രം കേട്ടാൽ ചിരി വരും.